നമ്മുടെ കോൺടെസ്റ്റിൽ പങ്കെടുത്ത എല്ലാ വിജയികൾക്കും വേണ്ടിയിട്ടുള്ള സമ്മാനങ്ങളൊക്കെ എല്ലാം അണിനിർത്തിയിട്ടുണ്ട്. കോൺടെസ്റ്റിൽ പങ്കെടുത്തവരെല്ലാവരും അതിന്റെ സമ്മാനങ്ങളെ ഏറ്റുവാങ്ങാൻ വന്നിട്ടുണ്ട്. ഫസ്റ്റ് നമ്മളൊരു TV മാത്രമായിരുന്നു പറഞ്ഞത്, ബട്ട് അതിൽ നല്ലപോലെ തന്നെ ഒത്തിരി പേര് പങ്കെടുത്ത കാരണം കുറച്ച് പേർ കൂടിയുള്ള പ്രോത്സാഹന സമ്മാനങ്ങൾ നമ്മൾ നൽകുകയാണ്. അപ്പോൾ അതിലെ മത്സരാർത്ഥികളെയൊക്കെ നമുക്കൊന്ന് വിളിക്കാം, അവർക്ക് സമ്മാനങ്ങൾ കൊടുക്കാം. മത്സരത്തിലെ ഫസ്റ്റ് പ്രൈസ് വിന്നർ ആയിട്ടുള്ള അനന്തു അജയനോട് തന്നെ അനന്തു അജയന്റെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അനന്തു അജയ് എന്തൊക്കെയാണ് ഇതിൽ ഫേസ് ചെയ്യേണ്ടി വന്നത് എന്നൊക്കെ എല്ലാം നമുക്കൊന്ന് ചോദിച്ചറിയാം. തുടങ്ങിയ ഒരു 3-4 ദിവസം കഴിഞ്ഞത് കണ്ടത്, ജസ്റ്റ് ഒരു തമാശ തുടങ്ങിയ, പക്ഷേ ലാസ്റ്റ് ഒരു നിമിഷത്തേലും അതിങ്ങനെ വാശിയായി, പിന്നെ ഒരു ടീം വർക്കായി. നമ്മുടെ ഒരു ഗ്രൂപ്പുകളിൽ എല്ലാവരും നല്ലപോലെ. അനന്ത് തുടങ്ങിയ ടൈമിന് എത്ര പേര് ഏകദേശം അതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു? ആ ടൈം ഏകദേശം അന്ന് അപ്പോഴുള്ള ടോപ്പ് കമന്റ് എന്തോ 15 ടോപ്പായിട്ടുള്ള ലൈക്ക് വന്നേക്കുന്നത്. ഈ മത്സരത്തിൽ ഒത്തിരി പേര് പങ്കെടുത്തെങ്കിലും കുറച്ച് 100-ൽ മേലെ ലൈക്കുകൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ 100-ൽ മേലെ ലൈക്ക് മേടിച്ചേക്കുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഗിഫ്റ്റ് ഒരുക്കിയിട്ടുണ്ട്. ഒരു പ്രോത്സാഹന സമ്മാനം പോലെ നമ്മൾക്ക് ഇപ്പോൾ അവർക്കും കൂടി നമുക്ക് ആ ഒരു ഗിഫ്റ്റ് സമർപ്പിക്കാവുന്നതാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ലൈക്സ് ഒക്കെ? ഏതൊക്കെ രീതിയിലാണ് എൻജോയ്സ് അയച്ചത്? ആരൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? മെയിനായിട്ട് സപ്പോർട്ട് ചെയ്തത് എൻ്റെ ഫ്രണ്ട്സാണ്, പിന്നെ ഫാമിലി മെമ്പേഴ്സ്, ചേട്ടന്മാർ, പിന്നെ ഞങ്ങളുടെ മെയിനായിട്ട് എടുത്തു പറയേണ്ട പോലീസിലെ എൻ്റെ ഫ്രണ്ട്സാണ്. പോലീസിലെ ഒത്തിരി ഫ്രണ്ട്സുകളും സഹായിച്ചിട്ടുണ്ട്. ശരിക്ക് അവർ ഓൾമോസ്റ്റ് ആ ഗ്രൂപ്പിൽ എല്ലാവരും ഒരു ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്തപ്പോൾ തന്നെ ഓൾമോസ്റ്റ് 400 ലൈക്ക് ആ ഗ്രൂപ്പിൽ നിന്ന് വന്നു. പിന്നെ എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ട്, അവരുടെ വൈഫ്, അങ്ങനെയുള്ളവരൊക്കെയാണ് ഹെൽപ്പ് ചെയ്തത്. ശരിക്കും എന്തായാലും ഇനി അടുത്തൊരു മത്സരം നടക്കണമെങ്കിൽ എങ്ങനെ അതിനെ ഉറപ്പായിട്ടും പങ്കെടുക്കും. നമ്മുടെ കസിൻസ് ഒക്കെ ശരിക്കും നമ്മളെ ഹെൽപ്പ് ചെയ്തായിരുന്നു. പിന്നെയും ഒരു മത്സരം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇനി കുറച്ചുകൂടി സീരിയസ് ആയിട്ട് ഇതിട്ട് ജസ്റ്റ് ഒരു ഫണ്ണായിട്ട് എടുത്ത് അടുത്ത കുറച്ചുകൂടി സീരിയസ് ആയിട്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഒരു നല്ലൊരു കണ്ടസ്റ്റ് നടത്തി, നമ്മൾ ഇനി ഒത്തിരി കണ്ടസ്റ്റുകൾ നടത്താനുണ്ട്. അപ്പോൾ അതിലൊക്കെ തീർച്ചയായിട്ടും കരുൺ ദേവും പങ്കെടുക്കുമെന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. ഞാൻ തലേ ദിവസം 11:10 പോസ്റ്റ് ചെയ്തത് രാത്രിയിൽ. പിറ്റേ ദിവസം 5 മണിക്കുള്ളിൽ 150 കിട്ടി. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? ഇതിൽ ആരൊക്കെ സപ്പോർട്ട് ചെയ്തേക്കുന്ന ആരൊക്കെ ഉണ്ടായിരുന്നു? സപ്പോർട്ട് നമ്മൾ ഫ്രണ്ട്സും പിന്നെ ഫാമിലി മെമ്പേഴ്സുമാണ്. അതായത് അത്രയും നിസ്സാര ടൈം കൊണ്ട് നമുക്ക് അത്ര അച്ചീവ്മെന്റ് ചെയ്യാൻ നല്ല കാര്യം. ഇതേപോലുള്ള പല കോൺടെസ്റ്റുകളും കറക്ഷൻ മുന്നോട്ട് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ അത് ശ്രദ്ധിച്ച് അതിൽ പങ്കെടുത്ത് കൂടുതൽ ലൈക്സ് എയിം ചെയ്യാൻ ആദ്യം തന്നെ പങ്കെടുക്കാൻ ശ്രമിക്കാം.